വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രംഗത്ത്. വെള്ളിക്കുളങ്ങര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, 2 സ്കൂളുകൾ, പെട്രോൾ പമ്പ് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ കാൽനട യാത്ര പോലും ഇപ്പോൾ ദുഷ്കരമാണ്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്ന പ്രദേശമാണിത്. മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മാത്രമേ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നാണ് അധികൃതരുടെ നിലപാട്. വെള്ളിക്കുളങ്ങര കോർമല 2 കൈ ഭാഗത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് അനുദിനം ഇതുവഴി സഞ്ചരിക്കുന്നത്. വെള്ളിക്കുളങ്ങര സെന്റർ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള 600 മീറ്ററോളം ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്ന് തരിപ്പണമായത്. ഇതുവഴി സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി മാറ്റിവെക്കേണ്ട ഗതികേടാണെന്ന് ഇവർ പറയുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വരാൻ മടിക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവാണ്. വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന്റെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും വലിയ കല്ലുകൾ തെന്നിത്തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് കാത്തുനിൽക്കാതെ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നത്.